എന്താടോ താനിങ്ങനൊക്കെ പറയണേ? തനിക്ക് എന്നെ ഇഷ്ടായിരുന്നില്ലേ? ഇഷ്ടായിരുന്നു. ആദ്യം കണ്ടപ്പം തോന്നിയൊരിഷ്ടം. അത് പക്ഷെ കല്യാണം ഉറപ്പിച്ചതോടെ പോയി. ഹസിന, താനെന്തൊക്കെ പറയണേ? എനിക്ക് പറയാൻ ഒരുപാടുണ്ട്. അത് കഴിഞ്ഞു മതി നമുക്കൊരുമിച്ചൊരു ജീവിതം. കുറെ ആലോചനകൾക്കൊടുവിലാണ് നിങ്ങളുടെ കല്യാണാലോചന വന്നത്. വേറെ കല്യാണമൊന്നും ശരിയാകാതെ വന്നപ്പോ എന്റെ ഉമ്മ നിസ്കാരപ്പായിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ കണ്ണീരിന്റെ വില നിങ്ങൾക്കറിയോ? അതിനിവിടെ എന്ത് സംഭവിച്ചു ഹസീന? നിങ്ങൾ പറഞ്ഞുറപ്പിച്ച സ്ത്രീധന തുക ഒപ്പിക്കാൻ എന്റെ ഉപ്പ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? 75 പവനും 5 ലക്ഷം രൂപയും. അതാ നിങ്ങൾ എനിക്കിട്ട വില. അതൊക്കെ ഒരു നാട്ടുനടപ്പല്ലേ ഹസീന? നാട്ടുനടപ്പ്. ഇത്താത്തയുടെ കല്യാണത്തിന് അങ്ങനെ നാട്ടുനടപ്പ് നോക്കിയതുകൊണ്ടാ ആകെ കൂടിയുള്ള ഈ വീട് പോലും പണയത്തിലായത്. എന്റെ ഉപ്പ ഒരു പിടിവാശിക്കാരനാണ്, അതുകൊണ്ടാ ഇങ്ങനൊക്കെ. പെൺമക്കളെ നല്ല രീതിയിൽ കെട്ടിച്ചുവിടാൻ ആഗ്രഹിക്കുന്ന ഏത് ഉപ്പാക്കും നിങ്ങളെപ്പോലുള്ള പിടിവാശിക്കാരുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വരും. പക്ഷെ ഇത്ര നാളും പോറ്റി വളർത്തിയ ഉപ്പാടെ കണ്ണീര് വീഴ്ത്തിയിട്ട് മണിയേറയിൽ കയറി സുഖിക്കാൻ ഏത് പെണ്ണിനാ സാധിക്കാന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ഉപ്പ പലരിൽ നിന്നും കടം വാങ്ങിക്കൂട്ടിയതാ ഇതൊക്കെ. ഇതിട്ട് വാങ്ങിക്കൂട്ടാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുമ്പോഴേ എന്റെ ഉപ്പാടെ കണ്ണീരിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തനിക്കൊന്നും പറയാൻ വരുന്നില്ലടോ. എന്നിട്ടെന്താവാൻ? കല്യാണം മുടങ്ങും, അതല്ലേ നടക്കുക. ഈ കല്യാണം കൂടി മുടങ്ങിയ ഉപ്പാനെ ജീവനോട് കാണില്ലെന്ന് ഉപ്പ പറഞ്ഞപ്പോ ഹസീന പ്ലീസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നമ്മുടെ ജീവിതം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തുടങ്ങണോ? എന്റെ ഉപ്പ അപ്പുറത്തെ റൂമിൽ കിടന്ന് കരയ. അതിനേക്കാൾ വലുതല്ല എന്റെ ഈ കണ്ണിൽ. ഒരു കുടുംബത്തെ മുഴുവൻ കണ്ണിയിൽ അഴുത്തിയിട്ട് എനിക്ക് എങ്ങനെ സമാധാനത്തോടെ ജീവിതം തുടങ്ങാൻ കഴിയും? ഹസീന, ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. മുമ്പാരൊക്കെയോ ഉണ്ടാക്കി വെച്ച ആചാരങ്ങൾ അത് ഞാൻ മാത്രം വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ലല്ലോ. സ്വന്തം കല്യാണക്കാര്യത്തിൽ പോലും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത നിങ്ങളുടെ കൂടെ എന്റെ വിശ്വാസത്തിന്റെ പേരിലാണ് ഒരു ആയുസ് മുഴുവൻ ഞാൻ ജീവിച്ചു തീർക്കുക. എല്ലാ മാതാപിതാക്കൾക്കും സ്വന്തം മക്കളുടെ കല്യാണം കഴിയുമ്പോൾ സന്തോഷമാണ് ഉണ്ടാവുക. പക്ഷെ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഇനി അങ്ങോട്ട് എന്ത് സന്തോഷം? അവരെ കണ്ണീരിൽ അഴുത്തിയിട്ട് എനിക്കിനി എന്ത് സുഖജീവിതം?